Meet the editors. മുഖ്യമന്ത്രി സംസ്ഥാനം നേരിടുന്ന പൊതുപ്രശ്നങ്ങളിൽ ഒരുമിച്ച് പോരാടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം UDF-ൽ ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നാണ് പ്രതിപക്ഷം മറുപടി നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം ധൂർത്തും പാഴ്ചെലവുകളും നികുതി പിരിവിലെ അനാസ്ഥയുമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സാമ്പത്തികമായും ഭരണപരമായും ഞെരുക്കുന്ന കേന്ദ്ര സമീപനം ചർച്ച ചെയ്യാൻ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ വെച്ചാണ് സമരത്തിന് ഒപ്പം ചേരാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിച്ചത്. സർക്കാർ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരപരിപാടിയിലേക്കായിരുന്നു ക്ഷണം. നാടിനെ ബാധിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഏതായാലും അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ നല്ലത്. ഞങ്ങളെല്ലാവരുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ യോജിച്ച സമരമെന്ന ചൂണ്ടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും കൊത്തിയില്ല. മുന്നണിയിൽ ചർച്ച ചെയ്ത് പ്രതികരണം അറിയിക്കാമെന്നായിരുന്നു ഇരുവരുടെയും മറുപടി. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDF-ലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. രാഷ്ട്രീയമായ ഒരു വശമുണ്ട് അതിന്, പിന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു വശമുണ്ട്. ഇത് രണ്ടും കൂടി UDF-ലെ നേതാക്കന്മാരും അതാത് പാർട്ടി, എനിക്ക് കോൺഗ്രസ്സിൽ മറ്റ് നേതാക്കളുമായിട്ട് ആലോചിക്കണം, ഘടകകക്ഷികൾക്ക് അവരുടെ നേതാക്കളുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആളുമായിട്ട് ആലോചിക്കണം. എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം അറിയിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം അതിനോട് യോജിച്ചില്ല. കേന്ദ്രത്തിന്റെ അവഗണനയും തെറ്റായ സമീപനങ്ങളും വസ്തുതയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം അതുമാത്രമല്ല. സർക്കാരിന്റെ ധൂർത്ത്, ദുർവ്യയം, നികുതി പിരിവിലെ അനാസ്ഥ എന്നിവയാണ് പണഞ്ഞെരുക്കത്തിന് കാരണം. മദ്യം, സ്വർണം എന്നീ മേഖലകളിലെ നികുതി പിരിവിൽ വീഴ്ചയുണ്ടെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സമരനീക്കത്തോട് യോജിച്ചാൽ രാഷ്ട്രീയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പ്രതിപക്ഷ തീരുമാനം അനുകൂലമാകാനിടയില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സമരത്തിൽ ഒന്നിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണികൃഷ്ണൻ, ഒരുമിച്ച് സമരം ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം? സമരത്തിൽ ഒന്നിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഈ രണ്ട് പാർട്ടികളുടെയും രണ്ട് മുന്നണികളുടെയും അടിയന്തര ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്താണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ UDF എന്താണ് പ്രധാനമായിട്ടും ലെഫ്റ്റിനെതിരായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്? അത് സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉണ്ടായിട്ടുള്ള ജനവികാരത്തെ പരമാവധി മുതലെടുക്കാനാണ്, അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണല്ലോ കോൺഗ്രസ് ശ്രമിക്കുക. അവരുടെ മുഖ്യ പ്രചാരണ വിഷയവും അതുതന്നെയായിരിക്കും. അതായത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ധനവിഹിതം ലഭിക്കാത്തതുകൊണ്ട് സംസ്ഥാനത്ത് പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അത് ഭാഗികമായി അംഗീകരിക്കുകയും, എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്ലാൻ ബിയോ അല്ലെങ്കിൽ ഒരു പ്ലാൻ സിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് പരമാവധി ദൂർത്തും പിന്നെ ഒക്കെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള, ഇപ്പം തന്നെ സതീശൻ്റെയൊക്കെ പ്രതികരണം ആ അർത്ഥത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപാരമായ ദൂർത്താണ് സത്യത്തിൽ ഈ ധനപ്രതിസന്ധിക്ക് കാരണമെന്നും അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കൂടി ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്നും എല്ലാം കേന്ദ്രത്തിൽ ചാടി രക്ഷപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട വാദമുഖമാണ് അടുത്ത നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്നത് UDF. ആ ഒരു സമയത്ത് UDF ഈ പറയുന്ന കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൽ LDF-മായി കൈകോർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തെ അവർ തന്നെ തുരങ്കം വെക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ അങ്ങനൊരു കാര്യം അവർ ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ ഈ സമയത്ത് LDF-നോടൊപ്പം കൈകോർത്ത് ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിന് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു പക്ഷേ സാധ്യമാണ്. ഇപ്പം ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇമ്മിനൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ LDF-മായി കൈകോർത്തുകൊണ്ട് കേന്ദ്രത്തിൽ പോയിട്ട് കേന്ദ്രവിരുദ്ധ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയായി ഇവിടെ. അപ്പോൾ ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ദോഷം ചെയ്യുക സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ അവരുടെ രാഷ്ട്രീയ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കും എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ UDF ശ്രമിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ LDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു യോജിച്ച സമരത്തിലേക്ക് അവർ പോകില്ല. ഇതാണ് എൻ്റെ നിലപാട്. ശരി, വിനീകേഷ് കുമാർ. നമുക്ക് സമരത്തിലേക്കൊന്നും പോകുമെന്നും ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ സമീപകാലത്തൊന്നും തന്നെയും പ്രതിപക്ഷം സർക്കാരിൻ്റെ ഏതെങ്കിലും പരിപാടികളുമായി സഹകരിച്ചു പോയിട്ടില്ല. നവകേരള സദസ്സ് മാത്രമല്ല, അതിനു മുമ്പ് നടന്നിട്ടുള്ള കേരളീയ ആണെങ്കിലും വിവിധ പരിപാടികളിൽ സർക്കാർ ക്ഷണിക്കുന്നുണ്ട്, പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള പരിപാടികളിൽ ഇവിടെ PK കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ, എനിക്ക് തോന്നുന്നത് നവകേരള സദസ്സിൻ്റെ ഒരു പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് പറഞ്ഞത്, സംസ്ഥാനത്തിൻ്റെ കാര്യം പറയാൻ സർവകക്ഷിയാണ് സാധാരണ വിളിക്കാറുള്ളത്. മുഖ്യമന്ത്രി ഒരു നിലപാട് പറഞ്ഞിരുന്നു. അതായത് PK കുഞ്ഞാലിക്കുട്ടി എടുത്ത നിലപാടിന് പകരം അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാൻ
തയ്യാറാണ് എന്ന്. എന്തുകൊണ്ടാണ് എനിക്കിപ്പം ഇതൊരു ഒരു ഒരു ഈ ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണ് ഈ ഒരു ചർച്ച എന്ന് ഞാൻ അല്ല ഈ ഒരു കോമ്പിനേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വി ഡി സതീശനെയും മാത്രം വിളിക്കുക. അപ്പോൾ യു ഡി എഫിലെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള മറ്റ് കക്ഷികളൊന്നും വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ അവരെ വിളിക്കാതെ പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, വി ഡി സതീശൻ്റെ നിലപാട് വേറെയാണ്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇവിടുത്തെ ദൂർത്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രത്തിൻ്റെ മാത്രം കുഴപ്പമല്ല എന്നുള്ള നിലപാടാണല്ലോ എടുത്തിട്ടുള്ളത്. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ എന്താ, കേന്ദ്ര അവഗണനക്കെതിരെ സംസ്ഥാന സർക്കാരിനൊപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്, വിഹിതം തന്നേ പറ്റൂ, അവകാശങ്ങൾക്ക് വേണ്ടി യു ഡി എഫും ലീഗും ഒപ്പം നിൽക്കുമെന്നാണ്. വ്യത്യസ്തമായ നിലപാട് വി ഡി സതീശനും എടുക്കുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും മാത്രം നിർത്തിക്കൊണ്ട് ഒരു ലീഗ് കളി യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ സമരത്തിന് ഡൽഹി പോയി ഒപ്പം നിൽക്കാനൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് സാധിക്കില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രചാരണ വിഷയം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ഈ പറയുന്ന യു ഡി എഫ് എം പിമാർ അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഇമ്മീഡിയറ്റ് എതിരാളികൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി ബി ജെ പിയുടെ ഇപ്പോൾ പറയുന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലേക്കാകും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഇന്ത്യ മുന്നണിയുടെ നിങ്ങൾ എന്തിനാണ് വേറെ വേറെ നിൽക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകും. ഈ പറഞ്ഞ പോലെ ലോക്സഭാ ഇലക്ഷൻ്റെ സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തിൻ്റെ അവഗണന ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്, പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ പലയിടത്തും പിരിക്കാനുള്ളത് കൃത്യമായി നികുതി പിരിച്ചെടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇതിപ്പോൾ ഇത് ഇടത് സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, മുൻപും ഈ രൂപത്തിൽ തന്നെയാണ്. മദ്യവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടകളുമായി ബന്ധപ്പെട്ടൊക്കെ പിരിക്കേണ്ട നികുതി വേണ്ട രൂപത്തിൽ പിരിച്ചെടുക്കുന്നില്ല ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. അത് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്രത്തിൻ്റെ ഈ അവഗണനയ്ക്കെതിരെ പ്രതികരിക്കാതിരുന്നാൽ ഇന്ന് ഇപ്പോൾ ഇടത് സർക്കാർ അനുഭവിക്കുന്നത് നാളെ യു ഡി എഫ് സർക്കാരും അനുഭവിക്കാനിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരുമിച്ചൊരു പ്രതികരണം നടത്തുകയും ഒരുമിച്ചൊരു സമരത്തിന് പോകാതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് പ്രായോഗികമായിട്ടുള്ള കാര്യം. പല വിഷയങ്ങളിലും ഒരുമിക്കാവുന്ന പല വിഷയങ്ങളും ഒരുമിക്കുകയും സഭയിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും എതിർത്ത് നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷമല്ല. അതേസമയം സമരത്തിലൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് കോൺഗ്രസ് സമരത്തിനുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, സുജയുടെ അവസരമാണ്, ഒറ്റ വരെയേ ഉള്ളൂ. ഇത് നല്ലൊരു പൊളിറ്റിക്കൽ മൂവാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. നോക്കൂ, സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് യോജിക്കാനുള്ളൊരു വേദി ഒരുക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവർക്ക് സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യമല്ല, ഇവർക്ക് കേവലം രാഷ്ട്രീയമായ ലക്ഷ്യം മാത്രമാണുള്ളത് എന്ന് തിരിച്ചു പറയാനുള്ളൊരു സാഹചര്യം പൊളിറ്റിക്കലി CPM-ഉം LDF ഒരുക്കുന്നുണ്ട് ഇക്കാര്യത്തിനകത്ത്. ഒന്നിച്ച് ഒരു സമരം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തുറക്കുന്നതിലൂടെ ഈ ഒരു ഗെയിമിൽ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഓൺലൈൻ യോഗം പൂർത്തിയായതോടെ. അതായത് വി ഡി സതീശനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ഇതാണ് വിഷയം, ഇതിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് അവരെ ഇരുത്തി അവരോട് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കൃത്യമായി മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി ആലോചിച്ച ശേഷമേ തുടർ നീക്കമുള്ളൂ എന്ന് പറയുന്ന വി ഡി സതീശൻ അറിയാമല്ലോ ഇന്ന് ഈ യോഗം വിളിച്ചതും പറയാൻ പോകുന്നതും എന്താണ്, അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണ്. അപ്പോൾ ഈ യോഗത്തിലേക്ക് കൃത്യമായി അവർ വന്നിരുന്നു കഴിഞ്ഞു, ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണോ സംസ്ഥാനമാണോ? ഇവിടെ കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ UDF എന്താണ് പറയാൻ പോകുന്നത്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രവും കുറ്റവാളിയാണ്, സംസ്ഥാനവും കുറ്റവാളിയാണ്. ഇവിടെ പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാരായ കേന്ദ്രത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാം. ആ നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഇന്ന് പിണറായി വിജയൻ വിരിച്ച വലയിൽ ചെന്ന് ചാടിക്കൊടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ. കൃത്യമായി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം കൃത്യമായ ആ റാപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗുമായുള്ള ബന്ധത്തെക്കുറിച്ച്, പഴയ ബന്ധത്തിന്റെ ആ ഒരു ഊഷ്മളതയെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. BJP-യെ തോൽപ്പിക്കണ്ടേ, നമുക്ക് നിൽക്കണ്ടേ എന്ന് ചോദിക്കാനുള്ള ഒരു യോഗത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീടിരുന്നൊന്ന് ആലോചിക്കാം എന്ന് പറയുന്നതിലെ മണ്ടത്തരം വി ഡി സതീശൻ തിരിച്ചറിയണമായിരുന്നു. EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതികരണം വന്നു. വികസന പ്രവർത്തനങ്ങൾ തകർക്കാൻ
പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു. LDF കൺവീനർ ഒരു ഭാഗത്ത് പറയുന്നു വികസനം മുടക്കിയാണ് VD സതീശന്. അങ്ങനെയുള്ള ഒരു വികസനം മുടക്കിയെ സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് യോഗത്തിന് വിളിച്ചിരുത്തിയത് എന്തിനാണ്? ഇതിൽ കൃത്യമായ പൊള്ളത്തരമുണ്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അത് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഓൺലൈൻ യോഗമാണ് ഇന്ന് നടന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. കേന്ദ്രത്തിനെതിരെ ഒരു സമരം ചെയ്യുന്നതിനായി ഒന്നിച്ച് പോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇവർ എത്തണം. അങ്ങനെ എത്തിയില്ലെങ്കിൽ ഇവർ കാണിക്കുന്ന നിലപാടിലെ പൊള്ളത്തരം അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സാഹചര്യമുണ്ടാകും. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിന്ന് കേന്ദ്രമാണ് കുറ്റവാളിയെങ്കിൽ ചോദിക്കണം, ഒന്നിച്ച് സമരം ചെയ്യണം. അതിനകത്തും കുറ്റമുണ്ടെന്നാണ് പ്രതിപക്ഷം അതാ പറഞ്ഞത്, കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ജനങ്ങളുടെ ഒരു സ്വരമാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇന്നത്തെ യോഗത്തിന് പോയത്. അപ്പോൾ അങ്ങനെ ആ യോഗത്തിന് പോവുകയും മറുഭാഗത്ത് കൂടി ധവളപത്രം കൊണ്ടുവരൂ എന്ന് വിലപിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു നിലപാടില്ല എന്നുള്ളത് ഇന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. കേന്ദ്രാവഗണനയുണ്ടെങ്കിൽ ഒന്നിച്ച് പൊരുതണമെന്നേ, ഒന്നിച്ച് പൊരുതണം. അല്ലാതെ TN പ്രതാപൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഇടതുപക്ഷവും ഇവിടെ പിണറായി വിജയൻ യോഗം വിളിച്ചാൽ ഉടൻ ഓടിപ്പോകുന്ന VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും കൊടുക്കുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ ഇവർ ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ടായി അഭിനയിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ്. അത് ഇന്നത്തെ യോഗത്തിലൂടെ സമരത്തിലേക്ക് പോകാതിരുന്നാൽ ജനത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും. ശരി, ഇതിൽ പ്രതിപക്ഷത്തിന് ബലഹീനതയാണോ കണ്ടത്? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അങ്ങനല്ല. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലപ്പം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തുന്നുണ്ട്. ഈ കേന്ദ്രത്തിന്റെ അവഗണനയിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ഇടക്കാല ഉത്തരവ് പോലും ആവശ്യപ്പെട്ടിരുന്നു. ഇടക്കാല ഉത്തരവ് നൽകാൻ കടമെടുപ്പ് പരിധിയാണ് പ്രധാനമായിട്ട്. അത് അത്തരം ഒരു വലിയ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു സമരം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. അതുമാത്രവുമല്ല, കേരളത്തിലുടനീളം സംസ്ഥാന സർക്കാരിൻ്റെ ആ മന്ത്രിസഭ യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് എന്നുമാണ്. അപ്പോൾ അത്തരത്തിലൊരു അഭിപ്രായ രൂപീകരണം സംസ്ഥാനത്തിനകത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്നു, ക്യാബിനറ്റ് തന്നെ സഞ്ചരിച്ചുകൊണ്ട് നടത്തുന്നു. പ്ലസ് ഒരു വലിയ നിയമപ്രശ്നമായിട്ട് അത് ഉന്നയിച്ചുകൊണ്ട് ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. അവിടെ മാറി നിൽക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. ഇന്നീ മീറ്റിംഗിൽ സതീശൻ പങ്കെടുത്തേ പറ്റൂ, കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തേ പറ്റൂ. നവകേരള സദസ്സ് രണ്ടാണ്. കാരണം വെച്ചാൽ അങ്ങനെയാണ്. വേറെ കാര്യമുണ്ട്, ഈ വളരെ എളുപ്പത്തിൽ ഇന്ന് സതീശന് പറയാവുന്നൊരു കാര്യമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാര്യം ഉണ്ട്. കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസിനെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അകത്ത് കിടക്കാറില്ലേ? ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ആലപ്പുഴയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു യോഗത്തിന് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് സതീശന് വേണമെങ്കിൽ പറയാം. പക്ഷേ സതീശന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഇന്നിപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ കഴിയില്ല. സതീശന് കഴിയുമായിരുന്നു. സതീശനെ മാത്രമാണ് വിളിച്ചിരുന്നെങ്കിൽ. അവിടെയാണ് പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിട്ടുള്ളത്, രാഷ്ട്രീയ കരുനീക്കം നടത്തിയിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയെ കൂടി വിളിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഈ നിലപാടിൽ നേരത്തെ ഉള്ളതാണ്. കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചാൽ ഇപ്പം സതീശൻ പോകുന്നില്ല, കുഞ്ഞാലിക്കുട്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ എംബറാസ്മെന്റ് ആർക്കാണ്? പ്രതിപക്ഷത്തിന്, UDF-നാണ്. പക്ഷെ അക്കാര്യത്തിൽ കോൺഗ്രസിലും ലീഗിലും ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, കുഞ്ഞാലിക്കുട്ടി പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ പോവല്ലാതെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു നിലപാടൊന്നും അക്കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും മാത്രം വിളിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ചർച്ച? ഞാൻ കേട്ടിട്ടില്ല. പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ വന്നാൽ മതി. എന്തിന്? മുമ്പ് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ കാലം മുതൽ വളരെ സജീവമാണ്. ഉപനേതാവിനെയും പ്രതിപക്ഷ നേതാവിനെയും മാത്രം അപ്പോൾ UDF-ലെ ബാക്കി കക്ഷികളൊക്കെ എന്താ ചുമ്മാ വെറുതെ ഇരിക്കുകയാണോ? എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ബാക്കിയുള്ള നിയമസഭാ കക്ഷി പ്രാതിനിധ്യമുള്ള പാർട്ടികളെ വിളിക്കാത്തത്? നമ്മുടെ അനൂപ് ജേക്കബൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും നിലപാടില്ലേ? ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പോയി UDF പറഞ്ഞ് UDF ഓരോ കക്ഷിയുടെയും അഭിപ്രായം എടുത്ത് അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുത്ത് വരുമ്പോഴേക്കൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് അഡ്വാൻറ്റേജ്. ശരി, സമരത്തിൽ ഒന്നിക്കുമെന്ന് എന്നായിരുന്നു ചോദ്യം. ഒന്നിക്കില്ല എന്ന് 3 പേർ അഭിപ്രായപ്പെടുമ്പോൾ ഒന്നിക്കുമെന്ന് സുജയ് അഭിപ്രായപ്പെടും അല്ലേ? സമരം ഒന്നിച്ച് ചെയ്യുന്നതാണോ? സമരം ഒന്നിച്ച് ചെയ്തില്ലെങ്കിൽ ആ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഓക്കെ, അതാണ്. Meet the editors.